മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിൽ ഒരാൾ വന്ന് ആവലാതി പറഞ്ഞു, ഞങ്ങൾ മഴയില്ലാതെ വിഷമിക്കുകയാണ്. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ അങ്ങൊരു പരിഹാരം പറഞ്ഞു തന്നാലും. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുക. മറ്റൊരാൾ വന്ന് ദാരിദ്ര്യം മൂലം വളരെ കഷ്ടതകൾ അനുഭവിക്കുന്നതായി ആവലാതിപ്പെട്ടു. മഹാനവർകൾ അയാളോടും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചു. സന്താന സൗഭാഗ്യമില്ലെന്ന പരാതിയുമായി മൂന്നാമതൊരാളും അവിടെ എത്തി. അയാൾക്കും ഇസ്തിഗ്ഫാർ തന്നെയായിരുന്നു പരിഹാരം നിർദ്ദേശിച്ചത്. നാലാമതൊരാൾ എത്തിയത് തൻ്റെ കൃഷിയിൽ നഷ്ടമാണെന്ന പരാതിയുമായാണ്. അയാളോടും മഹാൻ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. സദസ്സിലുണ്ടായിരുന്ന ഞങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടും എല്ലാവർക്കും ഒരേ മാർഗമാണല്ലോ അങ്ങ് നിർദ്ദേശിച്ചത്. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്, സ്വന്തമായി പറഞ്ഞതല്ല. പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം അഭ്യർത്ഥിക്കുക, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കവൻ സമൃദ്ധമായി മഴ വർഷിപ്പിക്കും, സമ്പത്തും സന്താനങ്ങളും നൽകി നിങ്ങളെ അവൻ സഹായിക്കും. മാത്രമല്ല, നിങ്ങൾക്കായി അവൻ തോട്ടങ്ങളും പുഴകളും സജ്ജീകരിക്കും. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക.